നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ കേട്ടൊരു വാക്കാണ് പവർ ഗ്രൂപ്പ്. എന്താണ് പവർ ഗ്രൂപ്പ്? അതായത് സിനിമാ മേഖലയിൽ ഇനി ആര് വാഴണം ആര് വീഴണം എന്ന് തീരുമാനിക്കുന്നവരുടെ ഗ്രൂപ്പാണ് പവർ ഗ്രൂപ്പ്. ഇപ്പൊ ആ പവർ ഗ്രൂപ്പിൽ ടോവിനോയും ആസിഫ് അലിയും അതുപോലെ തന്നെ ആന്റണി പെപ്പയും ഒക്കെ ഉണ്ട് എന്ന മട്ടിലാണ് ഒമർ ലുലു ഇന്നലെ ഒരു പോസ്റ്റ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടത്, ഇൻസ്റ്റാഗ്രാമിലിട്ടത്. അതിടാൻ ഇടയായ സാഹചര്യം എന്താണ്? അതായത് ഓണച്ചിത്രങ്ങളെക്കുറിച്ച്, അതായത് ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം, അതുപോലെ തന്നെ ടോവിനോയുടെ AR-ഉം ആന്റണി പെപ്പയുടെ കൊണ്ടൽ, ഈ 3 ചിത്രങ്ങളും ഓണച്ചിത്രങ്ങളാണ്, തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർ പരസ്പരം ആ സിനിമയുടെ പ്രൊമോഷൻ നടത്തി. അതായത് ഈ 3 സിനിമയും ഓണത്തിന് റിലീസാവുന്നതാണെന്നും നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണണം എന്നൊക്കെ ഇവർ 3 താരങ്ങളും, ആ സിനിമയിലെ പ്രധാനപ്പെട്ട 3 താരങ്ങളും പറയുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഈ വിഷയത്തെ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് ഇന്ന് ഒമർ ലുലു രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആ സിനിമയുടെ കാര്യം പറഞ്ഞില്ല എന്നതാണ് ഒമർ ലുലു പ്രധാനമായി ഉയർത്തുന്ന ഒരു കാര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട ടോവിനോ, ആസിഫ്, പെപ്പെ, പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി. നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ 3 ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നതെന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും കുമ്മാട്ടിക്കളിയും ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിർദാക്ഷിണ്യം തടഞ്ഞു. ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ്. സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ പവർഫുള്ളാണ് മലയാളി പ്രേക്ഷകർ. നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ്. ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ, എല്ലാവർക്കും ലാഭവും മുതൽ മുടക്കുമൊക്കെ തിരിച്ചു കിട്ടട്ടെ എന്ന് ഷീലു എബ്രഹാം, അതായത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ബാഡ് ബോയ്സിന്റെ പ്രൊഡ്യൂസർ ഇട്ട പോസ്റ്റാണ് ഇദ്ദേഹം റീപോസ്റ്റ് ആയിട്ട് അതിലിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അടിയിൽ ഇവരെ 3 പേരുടെ ചിത്രവും കൊടുത്തിട്ട് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. വളരെ മോശമായൊരു പോസ്റ്റായി പോയി എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ആ വിഷയത്തിലൊക്കെ വ്യക്തമായ നിലപാട് പറഞ്ഞ വ്യക്തികളാണ് ഈ പറയുന്ന ആസിഫ് അലിയും ടോവിനോയും ഒക്കെ. നിരവധി പേർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ, നിരവധി പേർക്കെതിരെ പല പീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ, ഹേമ കമ്മിറ്റിയിൽ നമ്മൾ കണ്ട സ്ത്രീകൾക്കെതിരെയുള്ള അനീതികളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ അതിലൊക്കെ വ്യക്തമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ടോവിനോ. നമുക്കറിയാം ആസിഫ് അലിയുടെയും ഒക്കെ പ്രതികരണം അങ്ങനെ തന്നെയായിരുന്നു. പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. പവർ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെയൊക്കെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ അതിശക്തമായ നിലപാടെടുത്ത ആളുകളെയൊക്കെ പവർ ഗ്രൂപ്പിന്റെ പ്രതിനിധികളാണ് എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടി ഒമർ ലുലു നടത്തിയ ശ്രമത്തെ മറ്റൊരു പ്രൊമോഷനായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് തങ്ങളുടെ സിനിമ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അവർ സൗഹൃദപരമായി അവർ നടത്തിയ, യുവതാരങ്ങൾ നടത്തിയ ആ പ്രൊമോഷൻ വർക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് അവരെയൊക്കെ പവർ ഗ്രൂപ്പിന്റെ ആളുകളാക്കി മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ഒമർ ലുലു തന്റെ സിനിമയ്ക്ക് പ്രൊമോഷൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ തന്റെ സിനിമയെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് സത്യത്തിൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. വളരെ മോശമായി പോയി, വളരെ ഏറ്റവും തരം താഴ്ന്ന രീതിയിലുള്ള പ്രൊമോഷനായി പോയി ഒമർ ലുലു നടത്തിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ക്രൂരതകൾ, പീഡനങ്ങൾ, ഇതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒമർ ലുലുവിനെതിരെയൊക്കെ നേരത്തെയും ഇതുപോലെ പല ആരോപണങ്ങളും ഒക്കെ പലരും ഉന്നയിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇതുവരെ ഒരു ആരോപണവും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വ്യക്തികളാണ് ഈ പറയുന്ന ആസിഫ് അലിയും അതുപോലെ തന്നെ പെപ്പയും ടോവിനോയും ഒക്കെ. അപ്പോ അത്തരക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള പോസ്റ്റ് ഇടുന്നതിന്റെ ലക്ഷ്യം അത് എന്താണെന്ന് നന്നായി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും എല്ലാ സിനിമകളും, ഓണത്തിനിറങ്ങുന്ന എല്ലാ സിനിമകളും ഹിറ്റാകട്ടെ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള ക്ഷീണം ചെയ്തിട്ടുണ്ട്. തിയേറ്ററുകളിലേക്കൊക്കെ പഴയതുപോലെ ആളുകൾ പോകാത്ത സാഹചര്യമുണ്ട്. പല ആളുകൾക്കെതിരെയും ഒക്കെ പല ആരോപണങ്ങളും ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരക്കാരുടെ സിനിമകളൊക്കെ കാണണ്ട എന്ന് വെച്ചിരിക്കുന്ന നിരവധി പ്രേക്ഷകരൊക്കെയുണ്ട്. അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം പ്രയത്നമല്ല, ഒരുപാട് പേരുടെ പ്രയത്നമാണ്, ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്. ചില പുഴുക്കുത്തുകൾ എല്ലാത്തിലും ഉണ്ടാകും. ഇപ്പൊ നമ്മൾ നേരത്തെ ഈ പറയുന്നത് പോലെ പോലീസ് സേനയെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ, DGP അജിത് കുമാറിനെ പറ്റി പറഞ്ഞതുപോലെ, സുജിത് ദാസിനെ പറ്റി പറഞ്ഞതുപോലെയൊക്കെ അങ്ങനെ 1-2 പുഴുക്കുത്തുകളൊക്കെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോ എന്തായാലും സിനിമ കാണാൻ എല്ലാവരും തിയേറ്ററുകളിലേക്ക് തന്നെ പോകണം. കൊണ്ടലും കിഷ്കിന്ദാകാന്ഡവും അല്ലെങ്കിൽ AR-ഉം മാത്രമല്ല,
ഒമർ ലുലുവിന്റെ അടക്കമുള്ള പടങ്ങൾ എന്തായാലും കാണണം. ഈ ഒമർ ലുലുവും അല്ലെങ്കിൽ ആ സിനിമയുടെ പ്രൊഡ്യൂസറും ഒക്കെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്നതുകൊണ്ട് ഇവരാരും പവർ ഗ്രൂപ്പിന്റെ ആളായി മാറുകയില്ല. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് ഈ പറയുന്നത് പോലെ അത് ഇവർക്ക് അതൊരു നെഗറ്റീവായി വരികയുള്ളൂ, അത് ഇവർക്ക് ക്ഷീണം ചെയ്യുകയുള്ളൂ. എന്തായാലും നല്ല സിനിമകളൊക്കെ എന്തായാലും മലയാളികൾ ഏറ്റെടുക്കും. അതിൽ വലിയ താരങ്ങൾ അഭിനയിക്കണമെന്നൊന്നുമില്ല. നല്ല സിനിമയാണെങ്കിൽ എക്കാലത്തും മലയാളികൾ ഏറ്റെടുത്തിട്ടുണ്ട്, വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സിനിമകളൊക്കെ ജയിക്കട്ടെ. ഓണത്തിനിറങ്ങുന്ന എല്ലാ സിനിമകളും നല്ല സിനിമകളായി മാറട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം 100 രൂപ മുടക്കി സിനിമ കാണാൻ കയറുന്ന ആളുകൾക്ക് എന്തായാലും ആ സിനിമ കാണുമ്പോൾ അവർക്ക് കിട്ടേണ്ട ഒരു 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 സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അതായത് അവർക്കൊരു മോശമായ അനുഭവം എന്തായാലും ആ സിനിമയിൽ നിന്നുണ്ടാകരുത്. അതായത് വെറുതെ ഞങ്ങളുടെ സമയം കളഞ്ഞല്ലോ, വെറുതെ ഈ സിനിമയ്ക്ക് കയറി എന്നൊക്കെ ഒരു തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമകളായി ഓണത്തിനിറങ്ങുന്ന ചിത്രങ്ങൾ മാറില്ലേ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. എന്തായാലും ഈ ഇടക്കാലത്ത് നമുക്കറിയാം ഈ 3 പേരുടെയും ഇറങ്ങിയ ചിത്രങ്ങൾ, അതായത് ആസിഫിന്റെ പടങ്ങളാണെങ്കിലും ഈ ഇടക്കാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ മികച്ച സിനിമകളായിരുന്നു. ടോവിനോന്റെ ചിത്രങ്ങളും മികച്ച സിനിമകളായിരുന്നു. പെപ്പയുടെ ചിത്രങ്ങളും നല്ല ചിത്രങ്ങളായിരുന്നു. ഒമർ ലുലുവിന്റെ ഈ ഇടക്കാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ വലിയ വിവാദങ്ങളിലൊക്കെ ഇടം പിടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ ഇടയ്ക്ക് പല പല രീതിയിലുള്ള എന്താ പറയാ ഒരുപാട് നിയമ കുരുക്കിലൊക്കെ പോയി പെട്ട ആളാണ് ഒമർ ലുലു. പലപ്പോഴും വിവാദങ്ങളിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടാറുള്ളത്, വിവാദങ്ങളിലൂടെയാണ് സിനിമയുടെ പ്രൊമോഷനും അദ്ദേഹം നടത്താറുള്ളത്. പക്ഷെ ഇത്തരമൊരു സാഹചര്യത്തിൽ മലയാള സിനിമ വല്ലാത്ത രീതിയിൽ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് എന്തായാലും മലയാള സിനിമയുടെ നടുവിന് തന്നെ പൊട്ടുന്ന രീതിയിലുള്ള ഇത്തരം പ്രൊമോഷനുകൾ അത് മലയാള സിനിമയ്ക്കും നിങ്ങളുടെയൊക്കെ മുന്നോട്ടുള്ള പോക്കിനുമൊക്കെ നന്നാകുമോ ഇല്ലയോ എന്നൊക്കെ സ്വയം വേണം എല്ലാവരും മനസ്സിലാക്കാൻ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമയം വരെ ഈ യുവതാരങ്ങൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല കേട്ടോ. കാരണം ഒമർ ലുലുവിന്റെയൊക്കെ ഒരു പ്രതികരണത്തിന് എത്രത്തോളം ആണ് വില കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മാധ്യമങ്ങളിലൊക്കെ ഇതൊക്കെ വലിയ തലക്കെട്ടിലൂടെ വാർത്തയായി മാറും. കാരണം എങ്ങനെ വാർത്തയാക്കണമെന്നും എങ്ങനെ എന്തൊക്കെ രീതിയിലൊക്കെ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയും പോസ്റ്റുകൾ ഇട്ടെന്നും ഒക്കെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഒമർ ലുലു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പവർ ഗ്രൂപ്പുകൾ ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഹേമ കമ്മിറ്റിയുടെ മുഴുവൻ റിപ്പോർട്ടും അതിന്റെ പൂർണ്ണ രൂപവും ക്രൈംബ്രാഞ്ചിന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇങ്ങനെയൊക്കെ ശബ്ദിക്കാൻ കാണിക്കുന്ന ഈ വ്യക്തികളൊക്കെ സത്യത്തിൽ ഈ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാൻ അവരൊരിക്കലും സമയം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പല നടിമാരുടെയും ഒക്കെ കഥകിൽ പോയി മുട്ടിവിപ്പോഴും അതുപോലെ തന്നെ ആർത്തവ സമയത്ത് അവർക്ക് വേണ്ട ഫെസിലിറ്റികൾ ചെയ്തു കൊടുക്കാതിരുന്ന സാഹചര്യത്തിലും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ കുറ്റിക്കാട് കൊടുത്ത സാഹചര്യത്തിലും അതുപോലെ തന്നെ പല തൊഴിലിടങ്ങളിലും ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അവർ വലിയ ക്രൂരതകൾ നേരിട്ടപ്പോഴും ഒന്നും ഇവരുടെ നാവ് അനങ്ങിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ പല വിഷയങ്ങളുമായി പ്രതികരിച്ചു വരുന്നത്. എന്തായാലും ടോവിനോയുടെയും ആസിഫ് അലിയുടെയും അതുപോലെ പെപ്പയുടെയും ഒക്കെ നിലപാടുകൾ മലയാളികൾ മറന്നിട്ടില്ല. ആ നിലപാടുകൾക്ക് മലയാളികൾ കൊടുത്ത കയ്യടി അതൊരു വലിയ കയ്യടി തന്നെയാണ്. അതുകൊണ്ട് അത്തരക്കാരെയൊക്കെ പവർ ഗ്രൂപ്പിന്റെ അംഗങ്ങളാക്കി ഇറങ്ങി അല്ലെങ്കിൽ അങ്ങ് മാറ്റാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളുടെയൊക്കെ ഉള്ളിലിരിപ്പ് അത് നാലാക്കിയിട്ട് മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ മലയാള സിനിമാ പ്രേക്ഷകർ പറയുകയുള്ളൂ എന്നും ഒപ്പം പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ പവർ ഗ്രൂപ്പായി മാറില്ലെന്നും അത്തരം കുപ്രചരണങ്ങളെയൊക്കെ നേരിടാനും മനസ്സിലാക്കാനും ഒക്കെ നല്ല കഴിവുള്ള വ്യക്തികളാണ് മലയാളികളെന്നും ഒമർ ലുലുവും ഇടയ്ക്കൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.